ഉദിയൻകുളങ്ങര സെൻറ് മേരീസ് ദേവാലയത്തിലെ ഇടവകയിലെ തിരുനാളിൻ്റെ ആഘോഷത്തിന് തുടക്കം കുറിച്ചത് ഏറെ വ്യത്യസ്തതയോടുകൂടി ദൃശ്യവിരുന്നൊരുക്കിയായിരുന്നു. 101 ബൈബിൾ കഥാപാത്രങ്ങളുടെ വേഷമണിഞ്ഞായിരുന്നു ഇവർ വേദിയിലെത്തിയത്. ഒരേ മനസ്സോടുകൂടി ഇടവകയിലെ ഓരോ അംഗങ്ങളും പ്രവർത്തിച്ചതോടെ ഓരോ കഥാപാത്രങ്ങളും മാറ്റുകൂട്ടിയിരുന്നു. ബസാലേൽ ദൈവത്തിൻ്റെ തണലിൽ എന്ന പേര് നൽകിക്കൊണ്ടായിരുന്നു 101 ബൈബിൾ കഥാപാത്രങ്ങളെ ഇവർ അവതരിപ്പിച്ചത്. 10 വയസ്സുകാരൻ മുതൽ ഏറെ പ്രായം ചെന്നവർ വരെ ഇതിൽ കഥാപാത്രമായി മാറി. അങ്ങനെ ഈ ഇടവക തിരുനാളിന് ഏറെ മാറ്റുകൂട്ടിയിരുന്നു ഈ ബൈബിൾ കഥാപാത്രങ്ങൾ. ജീവിതത്തിൽ ഇന്നുവരെ അഭിനയിച്ചിട്ടില്ലാത്തവർ പോലും ഇതിൽ കഥാപാത്രമായി മാറി. ഒന്നിനൊന്ന് മാറ്റുകൂട്ടിക്കൊണ്ടായിരുന്നു ഇവരോരോരുത്തരും ജീവനുള്ള കഥാപാത്രമായി അവതരിപ്പിച്ചത്. ഈ കഥാപാത്രങ്ങളെപ്പോലെ ഇവർക്കെല്ലാം പ്രചോദനമായി ദിവസങ്ങളോളം പ്രയത്നിച്ചതും ഈ ഇടവകയിലെ ഓരോ അംഗങ്ങളുമാണ്. പ്രോഗ്രാമത്തിൻ്റെ പേര് ബസാലേൽ എന്നാണ്. ബസാലേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ തണലിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ ആഗ്രഹിക്കുക ദൈവത്തിൻ്റെ തണലിൽ വസിച്ച 101 ബൈബിൾ കഥാപാത്രങ്ങളെ ഞങ്ങൾ സ്റ്റേജിൽ അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പിന്നെ ഈ 101 എന്ന സംഖ്യ തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം ഞങ്ങളുടെ ദേവാലയം അത് പണി കഴിപ്പിച്ചിട്ട് 101 വർഷം തികയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് 101 ബൈബിൾ കഥാപാത്രങ്ങളെ ഞങ്ങൾ സ്റ്റേജിൽ അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഇടവകക്കാർ തന്നെയാണ് അതിൽ കഥാപാത്രങ്ങളായിട്ട് വരിക. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ലക്ഷ്യമാക്കിയാണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. ഇതിനുവേണ്ടി ഡയറക്ടർ വിപിൻ എന്ന് പറയുന്ന ഒരു പയ്യൻ, അദ്ദേഹമാണ് ഞങ്ങളെ ഇതിനുവേണ്ടി സഹായിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒത്തൊരുമയിലുള്ള ഒരു ആഗ്രഹമാണ് ഞങ്ങളുടെ പള്ളിയുടെ പേര് ഒരു ഹൈലൈറ്റ് ആകുക എന്നതും ഞങ്ങളുടെ ഇടവകയുടെ വലിയൊരു ആഗ്രഹമാണ്. ഒരു തീർത്ഥാടന ദേവാലയമായിട്ട് മാറാനും ഞങ്ങളുടെ ദേവാലയം ആഗ്രഹിക്കുന്നുണ്ട്. ആദം തുടങ്ങിയാണ് 101 കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുക. ഇതിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഞങ്ങൾ ഇത് കർത്താവ് വീണ്ടും വരും, ഇത് സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്, അതിലൂടെയാണ് ഇതിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ട്, അതായത് സൃഷ്ടി തുടങ്ങി കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയുള്ള കോൺസെപ്റ്റ് വെച്ച് അതിൻ്റെ ഇടയിലൂടെ കടന്നുപോയ, കർത്താവിൻ്റെ തണലിലൂടെ കടന്നുപോയ 101 ബൈബിൾ കഥാപാത്രങ്ങൾ ഓരോരുത്തരായിട്ട് സ്റ്റേജിലേക്ക് വരുന്നു. തുടർന്ന് അവരെക്കുറിച്ചുള്ള വിഷ്വൽസ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ സ്കോർ ചെയ്യുന്നു. ഒപ്പം തന്നെ അവരെക്കുറിച്ച് ഡിസ്ക്രിപ്ഷൻ എന്താണ് അവർ എന്ന രീതിയിൽ. അപ്പോൾ ഒരാളെ കാണുമ്പോൾ പിന്നെ വചനം വായിക്കുമ്പോൾ അവർക്ക് തന്നെ നമുക്ക് പെട്ടെന്ന് കണക്റ്റ് ആകാൻ സാധിക്കും ഈ കഥാപാത്രത്തെ. ഇത് ഇടവകയിലുള്ള കലാകാരന്മാർ മാത്രമാണോ? അതെ 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 ഇടവകയുടെ കലാകാരന്മാരാണ് ഇതിൽ മുഴുവൻ 101 പേരാണ് ഇരിക്കുന്നത്. ആക്ച്വലി ഇത് 15 വയസ്സ് തുടങ്ങി ഏകദേശം 72 വയസ്സ് വരെയുള്ള അപ്പച്ചൻ വരെ നമ്മുടെ ഈ ഒരു ഇതിലെ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. ഇന്ന് വരെ അഭിനയിക്കാത്ത, സ്റ്റേജിൽ കയറാത്തവരവരുണ്ട്. അപ്പോൾ ഞങ്ങൾ അവർക്ക് കൊടുത്ത ഒരു ഉറപ്പതാണ്. കാരണം അവർ പറഞ്ഞു ഞങ്ങൾക്ക് പറ്റില്ല, അഭിനയം അറിയില്ല. ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾക്ക് ലഭിച്ച ക്യാരക്ടേഴ്സ് അതുപോലെ നിങ്ങൾ അവിടെ വന്ന് നിങ്ങൾ പ്രസൻറ്റ് ചെയ്താൽ മതി. ബാക്കിയുള്ളതെല്ലാം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യും. നിങ്ങളെ കാണുമ്പോൾ ഇനി ഇവിടെ ഇടവചനവും ആ ക്യാരക്ടറായിട്ട് കാണും. അപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളൊരു ചരിത്ര മുഹൂർത്തത്തിൽ പങ്കെടുക്കുന്ന വലിയൊരു വാഗ്ദാനമാണ് അവർ കൊടുത്തത്. അതുകൊണ്ട് അവരും വലിയ ത്രില്ലിലാണ്. മുമ്പും നിരവധി മാതൃകാപരമായ പ്രവർത്തനം നടത്തി സെൻറ് മേരീസ് ദേവാലയം മാതൃക തീർത്തിരുന്നു.